ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇതാ നോക്കൂ, നമ്മുടെ ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഡാമിൽ നിന്നെല്ലാം വെള്ളം ഒഴുകി വന്നതാണ് കേട്ടോ. ഇതൊന്ന് കേട്ട് നോക്കൂ, ആ പഴയ ഓർമ്മകളിലേക്ക് പോകാവേ. ഈ സൗണ്ടൊക്കെ ശരിക്കും ഓർമ്മയുണ്ടാവും അല്ലേ? ഞാനൊരു 2.25 മാസം മുമ്പ്, ഏകദേശം 2.25 മാസം മുമ്പൊക്കെ ഈ പാടത്തിൻ്റെ 2 സ്റ്റേജ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ അത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ പാടത്തിൻ്റെ അടുത്ത സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാടം പൂത്തു. അതായത് ഇപ്പോൾ ഓർമ്മ വന്ന പാട്ട് ഏതാണെന്നറിയോ? പാടം പൂത്ത കാലം. ആ പാട്ടാണ് ഇപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അപ്പം നമ്മുടെ പാടമൊക്കെ പൂത്ത് തുടങ്ങി. എന്നാൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൂത്തിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിയിൽ ഒരു ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ആയിട്ടൊക്കെ ഓരോന്നൊക്കെ പൂത്ത് തുടങ്ങി. അപ്പോൾ ഇനി ഒരാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് അങ്ങോട്ട് പൂക്കും കേട്ടോ. എന്നാൽ നോക്കൂ, ഈ റോഡ്, അതിൻ്റെ അപ്പുറത്തെ സൈഡ് മുഴുവനും പാടം, ഇപ്പുറത്തെ സൈഡിൽ മുഴുവനും പാടം. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എൻ്റെ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പാടത്തിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്ത പഴയ 2 വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ. ചിലത് നോക്കൂ, നെൽക്കതിരുകളിങ്ങനെ, നെൽമണികൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ഉണ്ടായി ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. നമുക്ക് കൈകൊണ്ടിങ്ങനെ തൊട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ ചെറിയ നെൽമണികളാണ്. പക്ഷെ എല്ലാത്തിനും ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. അടുത്തടുത്തതിനൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് കുറച്ച് ഒരു 5-6 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇല്ല. അതാ നോക്ക്, ഞാൻ കയ്യിൽ അടുത്ത് സൂം ചെയ്ത് കാണിക്കുവാണേ. ഇതെല്ലാം അല്ലേ അരിയായിട്ട് വരുന്നതല്ലേ, നമ്മൾ കഴിക്കുന്ന ചോറായിട്ട് മാറുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് അങ്ങനെ പിടിച്ചത് കേട്ടോ. ഒരു നെൽമണി പോലും കളയാതെ നോക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ചോറായിട്ട് മാറുന്നതാണ്. അപ്പം അതിൻ്റേതായ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇത് കണ്ടോ, ഇത് നന്നായിട്ടൊരുവിധം ആയിട്ട് ഇങ്ങനെ ചാഞ്ഞിങ്ങനെ കിടക്കുവാണ് കേട്ടോ. പക്ഷേ ഇതേ റോയിൽ തന്നെയുള്ള ബാക്കി ചിലതിലൊന്നും ഇതുപോലെ നെൽമണികൾ വന്നിട്ടില്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു എന്തോ ചിലതിന് ഇത്തിരി മൂപ്പ് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. അടുത്തടുത്തതിനൊക്കെ ഉണ്ട്. പിന്നെ ഒരു 5-6 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലതിലൊന്നും ഇല്ല. എല്ലാം ഒന്ന് തികഞ്ഞായി വരണമെങ്കിൽ 2 ആഴ്ച താമസം എടുക്കുന്നതാണ് ഞാൻ ചോദിച്ചപ്പോഴത്തേനും ആളുകൾ പറഞ്ഞത് കേട്ടോ. നോക്ക്, നമ്മുടെ അരിമണികൾ. ഈ പാടത്തിൻ്റെ ഇപ്പോൾ ഉണ്ടായ നെൽമണികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ സ്റ്റേജസും നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇല്ലേ? പാടം തരിശുഭൂമിയായി കിടന്ന സമയത്ത്, അതായത് നെൽമണികളൊന്നും വിതറാതെ ഇത്തവണത്തെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് നെൽമണികൾ വിതറുന്നത് കണ്ട്, ആ നെൽമണികൾ ഇങ്ങനെ പാക്കുകണ്ടത്തിലാണ് വിതറിയിടുന്നത്. ആ പാക്കുകണ്ടത്തിൽ നെൽമണികൾ വിതറി അത് കണ്ടു. അവിടെ കുഞ്ഞു കുഞ്ഞു നെൽച്ചെടികൾ മുട്ടിട്ട് വന്നത് കണ്ടു. അപ്പുറത്തേക്ക് ഏത് പാടത്തിലേക്കാണോ അത് മാറ്റി നടേണ്ട കണ്ടം മുഴുവനും ട്രാക്ടർ വെച്ച് ഉഴുതു മറിക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ? അതിനുശേഷം പാക്കുകണ്ടത്തിൽ നിന്നും ആ നെൽച്ചെടികൾ ഒരു കൈപ്പത്തിയോളം വലിപ്പമുള്ളപ്പോൾ പറിച്ച് നടുന്നത് കണ്ടു. ഇപ്പോൾ ആ നെൽച്ചെടികളാണ് വളർന്നത് ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞ് എന്തൊരു ഭംഗിയാണ്. നമ്മളിതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ ഓരോ സ്റ്റേജസിലും. ഇത് കണ്ടോ, ഇത് വളരെ ചെറുതാണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അത്രയും ഇല്ല കേട്ടോ, അത്രയും ആയിട്ടില്ല. പലതും ആ ഒരാഴ്ചത്തേൻ്റെ ഒരു വ്യത്യാസത്തിലുണ്ട് വളർച്ച. ചിലതിൻ്റെയൊക്കെ പെട്ടെന്ന് വളർന്നിട്ടുണ്ട്, ചിലതൊക്കെ നെൽമണികൾ ഇങ്ങനെ മുട്ടിട്ട് വരടേയുള്ളൂ. അപ്പോൾ ഈ മനോഹരമായ കാഴ്ച ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സോ ആരെങ്കിലും ഞാനൊരു 2.5 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഈ പാടത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. കാരണം ഇത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. ഞാനൊരു 2 സ്റ്റേജ് ഓൾറെഡി പാടത്തിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണണേ. കാരണം ഇത് 3ാമത്തെ ഒരു സ്റ്റേജാണ് പാടത്തിൻ്റെ.
കണ്ടോ, ഇങ്ങോട്ടേക്കുള്ള നെൽച്ചെടികളിലൊന്നും നെൽമണികളായിട്ടില്ല കേട്ടോ. ചിലതിന് മാത്രമേ ഉള്ളൂ അങ്ങനെ നെൽമണികളായേക്കുന്നത്, ചിലതിനായിട്ടില്ല. ഒരേ സമയത്ത് നട്ടത് തന്നെയാണ്, പക്ഷെ എന്നാലും ചില വ്യത്യാസങ്ങൾ, ചിലതിന് ഇത്തിരി മൂപ്പ് കൂടുതലുണ്ടാവും. എന്നാൽ നോക്കൂ, ഈ നമ്മൾ ഗ്യാപ്പ് ഇട്ടല്ലേ നട്ടത്, ഇപ്പോൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഗ്യാപ്പ് കാണുന്നത്, കാരണം ഇതിങ്ങനെ വളർന്ന് പന്തലിച്ചപ്പോൾ. പക്ഷേ ഇപ്പോഴും നമ്മുടെ നെൽച്ചെടികളുടെ നടുക്ക് വെള്ളം കെട്ടി നിൽക്കുകയാണ്. കണ്ടായിരുന്നോ, നമ്മുടെ പാടശേഖരത്തിൽ നമ്മൾ പീച്ചി ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നില്ലേ, അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു കനാല് പോലെ ഇങ്ങനെ വെള്ളം, ഈ ഡാമിലെ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മണ്ണിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ആ വെള്ളമാണ് ഈ ഒരു പാടത്തേക്ക് ഒഴുകി വരുന്നത്. കണ്ടോ, ഭയങ്കര വെയിലാണ് കേട്ടോ ഈ സമയം, ഭയങ്കര വെയിൽ. അപ്പോൾ അത്രയ്ക്ക് ചൂടും അതേപോലെ അത്രയ്ക്ക് വെള്ളവും നെൽച്ചെടികൾക്ക് അത്യാവശ്യമാണ്. ഞാനിപ്പോൾ വരമ്പത്തോടെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വരമ്പത്തോടെയൊക്കെ നിന്നാണ് നമ്മുടെ നെൽച്ചെടികളെ നമ്മുടെ തൊഴിലാളികൾ പറിച്ചു നടന്നൊക്കെ നമ്മൾ കണ്ടത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ വീഡിയോ ഒക്കെ? അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം, കാരണം ആ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം നെൽച്ചെടികളുടെ ഒരു പരവതാനിയാണ് ഈ കാണുന്നത്, പച്ച പരവതാനി. എന്ത് മനോഹരമായൊരു കാഴ്ചയാണ്, നോക്കൂ ഇത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ഇതുപോലത്തെ ചെടികളൊക്കെ വന്നു, കോഴിവാലൻ ചെടികൾ കൊണ്ട് നിറഞ്ഞു ഇവിടെ എല്ലാം. കാരണം ഇപ്പം ഒരു 2-2.5 മാസം ഇനി നമ്മളിവിടെ വന്നിട്ട് ഇല്ലേ. നമ്മുടെ പീച്ചി ഡാമിൽ നിന്നുള്ള വെള്ളം സൈഡിൽ കൂടി ആ മണ്ണിൻ്റെ ഒരു ഓവ് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ അരുവിയിൽ നിന്നാണ് നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മുടെ പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പം ഡാമിലെ വെള്ളം തന്നെയാണ് ഈ കൃഷിയിടങ്ങളിലേക്ക് എല്ലാം പോകുന്നത്. ഡാമിൻ്റെ വെള്ളമാണ് ഈ സൈഡിൽ കൂടി പോകുന്നത്. ഇന്നും ഒരു മണ്ണിനടിയിൽ കൂടി ഓവ് വെച്ചിട്ടാണ് ഈ ചെറിയൊരു അരുവി പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് ചെറിയൊരു ഓവ് വെച്ചിട്ടുണ്ട് പാടത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെയാണ് പാടശേഖരത്തിലേക്ക് വെള്ളം കിട്ടുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ വിശദമായി എൻ്റെ എനിക്ക് തോന്നുന്നു 2-2.5 മാസം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, സൈഡ് മുഴുവനും തെങ്ങിൻ തോപ്പാണ്. എൻ്റെ വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ ആ ഒരു നെൽപ്പാടങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഈ സ്ഥലം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഭയങ്കര വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. പക്ഷെ നല്ല രസമാണ് ഈ ഭാഗത്തോടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴത്തേന്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ പാടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കണ്ടാലും മതി വരില്ല കേട്ടോ, അത്രയ്ക്ക് മനോഹാരിതയാണ്. നമ്മുടെ ആ ദേശീയ ഹോംസിൻ്റെ ഫ്ലാറ്റാണ് കേട്ടോ, ദേശീയ ഹോംസിൻ്റെ ഫ്ലാറ്റാണ്. ഓൾമോസ്റ്റ് പണിയൊക്കെ തീരാറായി. ഇതേപോലെ ഇതേ ആ നടുക്ക് റോഡാണ്, അറിയാലോ. ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ കണ്ണെത്താ ദൂരത്തോളം പാടശേഖരങ്ങൾ തന്നെയാണ്. എങ്ങനെ ഇരുന്ന പാടമായിരുന്നു, ഓർമ്മയുണ്ടോ അല്ലേ? നമ്മൾ ഇവിടെ കൂടി ട്രാക്ടർ ഇങ്ങനെ പോയതും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ. പാക്ക് കണ്ടത്തിൽ നെൽച്ചെടികൾ പറിച്ചു നടന്നതും എല്ലാം നമ്മൾ കണ്ടിരുന്നു. ആ പാടമാണ് കേട്ടോ ഇത്. ഇവിടെ നന്നായിട്ട് ചില സ്ഥലങ്ങളിൽ, ചില ഭാഗങ്ങളിൽ ചില നെൽച്ചെടികൾ നന്നായിട്ട് പെട്ടെന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും, അതിലൊന്നും ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്തേന് ഈ സൈഡിൽ കാണുന്നതിനുണ്ട്, പക്ഷേ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിലൊന്നും നെൽമണികളായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൂടി കാലതാമസം എടുക്കും. 1-2 ആഴ്ച കൂടി കഴിയുമ്പോൾ കംപ്ലീറ്റ് നെൽമണികൾ കൊണ്ട് അങ്ങനെ നിറയും. അപ്പോൾ തീർച്ചയായിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ, മൊത്തം പൂത്ത് കഴിയുമ്പോൾ.
ഞാനിങ്ങനെ വരമ്പത്തോടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇടയിൽ കൂടി എല്ലാം ഇങ്ങനെ കയറി 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 പോകാവേ പാടത്തിലേക്ക്. ഈ നെൽച്ചെടികളിലൊന്നും ഇതുപോലെ നെന്മണികളായിട്ടില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രം ആ സൈഡിൽ നിൽക്കുന്നതിനൊക്കെയാണ് പെട്ടെന്ന് ഇതുപോലെ നെൽമണികളായിട്ടുള്ളത്. ഇതിനൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ ഒരു കണ്ടത്തിൽ ചിലതുങ്ങൾക്കൊക്കെ നെൽമണികൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ ചിലതിൻ്റെ ആ ഒരു മൂപ്പിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും, വളർച്ചയുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം. നമ്മളിതേ ഇത് നോക്കൂ, കണ്ടോ, ഇതിന് നെൽമണികളായിട്ടുണ്ട് ഈ സൈഡിൽ നിൽക്കണേന്. അതേസമയം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതിനൊന്നും നെൽമണികളായിട്ടില്ല, കണ്ടോ. അപ്പോൾ എന്തോ ചില വ്യത്യാസങ്ങൾ. ഇതിപ്പം ഇതിപ്പോൾ എന്താണെങ്കിലും ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ എല്ലാത്തിലും നെൽമണികളാകും കേട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്ക് നെൽമണികളായിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ. ഇതാ മഞ്ഞ കളർ കണ്ടോ. അതേ കണ്ടത്തിൽ തന്നെയുള്ള തൊട്ടപ്പുറത്തുള്ളതിനായിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്. ചിലതൊക്കെ അതിനേക്കാട്ടും കുറച്ചുകൂടി മൂത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ വീഴുന്നൊരു പരുവത്തിലേക്ക് ആവുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഭംഗിയും സൗന്ദര്യവും നമുക്കൊരു സന്തോഷം ഇത് കാണുമ്പോൾ അല്ലേ. ഇപ്പുറത്തെ സൈഡിലേക്കൊന്നും ആയിട്ടില്ല, നെൽമണികളൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ചിലതിലൊക്കെ ഉണ്ട് താനും. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ പാടത്തിന്. ശരിക്കും പറഞ്ഞാൽ പാടം പൂത്തു കേട്ടോ. ഇതിന് ഒരു പ്രത്യേകത കണ്ടോ. ഇതിപ്പോൾ നെൽമണികൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അതായത് അപ്പോൾ ഓരോ നെൽച്ചെടീൻ്റെ ആ ഇലയുടെ അകത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ. കണ്ടോ, ഈ ഇലയുടെ അകത്ത് ഇങ്ങനെ നമ്മൾ പൊത്തി വെച്ചേക്കാന്ന് പറയില്ലേ, അതുപോലെയാണ് കണ്ടോ നെൽമണികൾ. കണ്ടോ, ഈ ഒരു ഇലയാണ് ആ ബാക്കിൽ. അതിനകത്തുനിന്ന് ഇങ്ങോട്ട് വിട്ട് വന്നിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി നെൽമണികൾ ഇത്തിരി കൂടി വലുതായി കഴിയുമ്പോഴേ ഉള്ളൂ അതിൻ്റെ ആ ഇലയിൽ നിന്നും അതിങ്ങോട്ട് വിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ അതിലൊരു കവറിങ് പോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഇല കൊണ്ട് കവർ ചെയ്തേക്കും. അതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ ആ നെൽമണികൾ. അതേപോലെ തന്നെ ഇതും കണ്ടോ, ഇതിനകത്ത് ആ ഇലയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് ഇലയിൽ നിന്ന്. മറ്റത് ഇലയിൽ തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വരണേ ഉള്ളൂ. ഇത് കണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഇലയുണ്ട്. ആ ഇലയ്ക്കകത്ത് പൊത്തിയിരിക്കുന്ന പോലെയാണ് കേട്ടോ ആ നെൽമണികൾ ഇരിക്കുന്നത്. ഇതൊക്കെ കുറച്ചുകൂടി ഇപ്പോൾ നെൽമണികളായി വരണേ ഉള്ളൂ, അതിൻ്റെയാണ്. ഇത് പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞു. അതിൽ നിന്നും വിട്ട് വരുന്ന പാകമായി, ഇലയിൽ നിന്നും ഇങ്ങനെ അടർന്ന് പുറത്തേക്ക് വരുന്ന പാകമായി ഇത്. അങ്ങനെ നമ്മുടെ പാടത്തിൽ ഇപ്പം മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചിലതിലൊന്നും നെൽമണികൾ വന്നിട്ടില്ല, ചിലതിലൊക്കെ നെൽമണികൾ കുറച്ചുകൂടിയായി ഇങ്ങനെ ഇലയിൽ നിന്നും വിട്ടിങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ ചിലതിൽ ഇലയിൽ നിന്നും വിട്ടിട്ടില്ല, പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കാലത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലോ അല്ലേ. അപ്പോൾ ലൈക്കും ഷെയർ സബ്സ്ക്രിപ്ഷനും മറക്കല്ലേ. ബൈ.